പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ മിനിഞ്ഞാന്നോ എവിടെയോ ഒരു ഹർത്താൽ, അതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ നടന്നെന്നുള്ളത് എന്തിനെക്കുറിച്ചുള്ളതായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് നാളുകൾക്ക് മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ വില്ലേജിലുടെയോ ഈ എല്ലാ മെമ്പർമാരും ഉണ്ട്. ഇവരൊക്കെ അന്നേരം മറ്റിടത്ത് എടി പാത്തിരിക്കും. അല്ലാതെ ഇവരൊന്നും ചെയ്യത്തില്ലല്ലോ. ഒരാൾ മരിച്ചാലും ഒരു കൊലപാതകം നടന്നാലും അവിടെ നീതി നടപ്പാക്കണമെന്ന് ഇവർക്ക് ആർക്കും ആവശ്യമില്ല. കാരണം അങ്ങോട്ട് വന്നാൽ ഒന്നിൽ ഹിന്ദു ആയിരിക്കും, അല്ലേ മറ്റവനായിരിക്കും, ക്രിസ്ത്യനായിരിക്കും, മുസ്ലിമായിരിക്കും തിരിച്ചു പഠിക്കുന്ന പോയില്ലോ, എൻ്റെ വോട്ട്, എൻ്റെ ജീവിതം പോയില്ലോ, അതുകൊണ്ട് ഇവരാരും അനങ്ങത്തില്ല. ഇത് പോട്ടെ, ഞാൻ എന്നോട്ട് പറയുന്നതാണ് മക്കളെ, നമ്മുടെ പൊതുനിരത്തുകൾ രാഷ്ട്രീയക്കാരും മതങ്ങളും അവർക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുക. ഏത് പള്ളി നോക്കിയാലും മറ്റിടത്തെ റാസ ഇവിടുന്ന് അവിടെ വരെ ആരെ കാണിക്കാനാ? അതിനൊക്കെ കള്ളൻ കാതോലിക്കാക്കി വല്ലതും പറയാനുണ്ടോ? ഇല്ല, പറയത്തില്ല. ഈ റാസ എന്തിനുള്ളതാണ്? അപ്പോൾ നിങ്ങൾ പറയും, യേശു യെരുശലേം ദേവാലയത്തിലോട്ട് പോയത് കഴുതപ്പുറത്താണ്, അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ്. എവിടെ? ഒരു മെത്രാൻ്റെ ഓർമ്മ നടത്തുമ്പോൾ ഈ അതിനെ ഓർത്തുകൊണ്ടാണ്. എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അന്ന് ദൈവം യെരുശലേം ദേവാലയത്തിൽ കയറി എന്തോ കാണിച്ചത്? നിന്നെയൊക്കെ അടിച്ചിറക്കുക അല്ലായിരുന്നോ? അത് നിനക്കൊന്ന് പറയാമോ? വേണ്ട, ഇതൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. നിങ്ങൾ മതങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, ആ മതങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ചിങ്ങടിക്കണം കൂടെ പൊതുജനങ്ങളെ നശിപ്പിക്കുക. ഒരു പാവം പിടിച്ചവന് ഒന്ന് ഹോസ്പിറ്റൽ പോകാനൊക്കത്തില്ല. പണമുള്ളവന് ഇതുവഴിയും മറിഞ്ഞും തിരിഞ്ഞു പോകാം. പാവം പിടിച്ചവനെന്താ ബസ്സിലായിരിക്കും പോകുന്നത്, ഓട്ടോയിലായിരിക്കും പോകുന്നത്. അവനവിടെ വഴി ബ്ലോക്കായി, അവൻ ആ വഴി ചത്തു വീഴുകയേ ഉള്ളൂ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. എന്തിനാണ് നിങ്ങളിപ്പോൾ കിടന്ന് കരയുന്നത്? കരഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നടക്കും. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ പൂരം ഇന്നലെ ഞാൻ തുടങ്ങിയതാണോ? തൃശ്ശൂർ പൂരം ഏതെങ്കിലും ഒരാളുടെ വകയാണോ? അല്ലല്ലോ. അതൊരു പൊതു ഇതാണ്. അവിടെ ആൾക്കാർ വന്ന് തൃശ്ശൂർ പൂരം കാണാനും കുടമാറ്റാനും ആനപ്പുറത്ത് നിന്നുകൊണ്ടും, അത് തന്നെയല്ല വെടിക്കെട്ട്. അതാണ് അവിടുത്തെ പ്രധാന കാര്യം. അതിന്നെവിടെയായി? ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ഇന്നെല്ലാം വെടിക്കെട്ടുമൊക്കെ ആ മനുഷ്യ കൊല്ലാനായിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നു. അവിടെ ഏതെങ്കിലും വെച്ച് നേരത്തെ വെടിക്കെട്ടുകൾ നടന്നിട്ടില്ലയോ? അന്നൊക്കെ എന്താ ഉണ്ടാകാൻ കാരണം? അന്ന് അവിടെ വെടിക്കെട്ടുകൾ നടത്തിയിരുന്ന ഓരോ കൂട്ടരെ അവർക്ക് അവരുടെ സേഫ്റ്റി, അവരുടെ ഇതിന് പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൊണ്ടും നന്മ കയറണം എന്നുദ്ദേശിച്ചുകൊണ്ട് ചെയ്തിരുന്ന അതല്ല, മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി. അതാരും ഞാൻ കുറ്റം പറയുന്നില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നാ തൃശ്ശൂർ പൂരത്തിന് അലങ്കോലം ഉണ്ടായി തുടങ്ങിയത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കും. മക്കളെ, നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുപോവാ, അവർ വന്നെല്ലാം നിങ്ങൾക്ക് ശരിയാക്കി തരും. CPM ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഓരോന്നും സംഭവിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് തൃശ്ശൂർ പൂരം CPMൻ്റെ ഭരണകാലത്താണ്. ആരാണ് അവിടുത്തെ പോലീസ് ഓഫീസർന്നൊക്കെ പേപ്പറിലൊക്കെ വന്നു. എങ്കിലും അവരൊക്കെ ഇന്നും സുഖമായി ജീവിക്കുക. നമ്മൾ എന്തിനാ കിടന്ന് കരയുന്നേ? വേണ്ട മക്കളെ, നമ്മൾ അനുഭവിക്കാനുള്ളതാ, അനുഭവിച്ചു നോക്കൂ. ഞാനോ നീയോ അല്ല, മൂന്നാമതൊരാളുണ്ടൊരു ജൂദാസ്.
അവന്മാരാണ് ഇതിൻ്റെ ആൾക്കാർ. യൂദാസ് എന്ന് പറഞ്ഞ സാധാരണ ആളല്ല. ഡൽഹിയിൽ പല പ്രാവശ്യം പോയി കാണേണ്ടവരെല്ലാം കണ്ടതാ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അവൻ വേണ്ടുന്ന പണി ചെയ്യാതിരിക്കുമോ? ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരൂ. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഞാനുണ്ടാവും, നാളെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. ഭാവത്തോർന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പിറ്റേ ദിവസം ഞാൻ ഇല്ലാതാവും. അങ്ങനെ മരിച്ചാലും പേടിയില്ല. ഒരു നല്ല കാര്യം പറഞ്ഞ് അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ്.